എത്രയൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാലും അമ്പലത്തിൽ കിട്ടുന്ന ആ അന്നദാനത്തിൻ്റെ സ്വാദ് എന്ന് പറയുന്ന അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് അവസാന ദിവസമായിരുന്നു കേട്ടോ അന്നദാനം ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ വെയിലത്ത് കുടയൊക്കെ ചൂടി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നല്ല തിരക്കായിരിക്കും കേട്ടോ. ഏകദേശം ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങും. അവിടെ എത്തിയതോ അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുട്ടി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ട് ഞാൻ വേഗം കയറിയിട്ടോ പന്തലിലേക്ക്. അപ്പോൾ അത് നമ്മളെ ഏട്ടനാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഏട്ടൻ അതിലൊന്ന് പോയി കേട്ടോ. അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാത്തിരിക്കുകയാണ് വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതാ കൂടെയുള്ള മോളുള്ളത് കൊണ്ട് എനിക്ക് സുഖമായി ഫോൺ അവളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ സദ്യ വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. ഉപ്പ് വന്നു, പൈനാപ്പിൾ പച്ചടി. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ പൈനാപ്പിൾ പച്ചടിയാണ്. അത് ഞാൻ കുറച്ച് അധികം തന്നെ വാങ്ങി. അങ്ങനെ ഉപ്പേരി വന്നു, അച്ചാർ വന്നു, കൂട്ടുകറി വന്നു, പിന്നെ പുളി വന്നു, പപ്പടം വന്നു. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ 2 പപ്പടം വാങ്ങിച്ചു, നമ്മുടെ ഭരത്തുമോനും 1 വാങ്ങിച്ചേ. അങ്ങനെ ഇതാ 2 പേരും ഇങ്ങനെ അടുത്ത ചോറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അങ്ങനെ ചോറും വന്നു, കൂടെ സാമ്പാർ വന്നു, കാളൻ കറി വന്നു. ഇനി ഭരത്തുമോൻ ഇവിടെ കാത്തിരിക്കുന്നത് എന്തിനാ? ഇതൊന്നും അല്ല കേട്ടോ. അവനിൽ ഇഷ്ടപ്പെട്ട ആകെ പപ്പടവും പിന്നെ അവൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അവിടെ കാത്തിരിക്കുന്നത്. പിന്നെ രസവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിയൽ കിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അവിയലും വന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ആദ്യം തന്നെ ഭരത്തുമോനെ ഫുഡ് കഴിപ്പിക്കുന്നത് വലിയൊരു ടാസ്ക് ആണല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ അവനെ കഴിപ്പിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെതാ അവൻ ഒരു വിധത്തിൽ കഴിച്ച് പായസം കുടിച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇനി അമ്മമാർ വരാനുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇതാ മുടിയൊക്കെ വാരിക്കുട്ടി ഫാൻ്റെ മുള്ളൊരു നിപ്പാണ് ഗൈസ്. ഒടുക്കത്തെ ചൂടാണല്ലേ. അപ്പം നിങ്ങൾക്ക് അമ്പലത്തിലെ സദ്യക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഗൈസ്.